പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 21 പ്രധാന വാർത്തകൾ. നിസ്വ കലാ കൈരളി സംഘടിപ്പിക്കുന്ന അലോഷിയുടെ ഗാനസന്ധ്യ മെയ് 24 വെള്ളിയാഴ്ച വൈകിട്ട് നിസ്വയിലെ ഇന്റർസിറ്റി ഹോട്ടൽ ഈവന്റ് ഹാളിൽ അരങ്ങേറും. ചുരുങ്ങിയ കാലം കൊണ്ട് ഗസൽ മെലഡി ഗാനങ്ങളിലൂടെ വിവിധയിടങ്ങളിൽ ധാരാളം ആസ്വാദകരെ സൃഷ്ടിച്ച അലോഷി ആദംസിന്റെ സംഗീത നിശയിലേക്ക് കലാ കൈരളി എല്ലാ സഹൃദരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. അബുദാബി ലൂവ്രെ മ്യൂസിയത്തിലെ പുരാവസ്തുക്കൾ ഒമാനിൽ പ്രദർശനത്തിന്. നാഷണൽ മ്യൂസിയത്തിലാണ് പ്രദർശനം നടത്തുന്നത്. അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ കലാകൗതുകകരമായ ലൂവ്രെ മ്യൂസിയത്തിൽ നിന്നുള്ള അപൂർവ ശേഖരങ്ങളാണ് നാഷണൽ മ്യൂസിയത്തിൽ സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചു. വേൾഡ് മലയാളി ഫെഡറേഷൻ ഒമാൻ നാഷണൽ കൗൺസിൽ ഒമാൻ ആരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ച് ബൗഷറിലെ സെൻട്രൽ ബ്ലഡ് ബാങ്കിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. വേൾഡ് മലയാളി ഫെഡറേഷൻ ഒമാന്റെ ഒട്ടനവധി അംഗങ്ങൾ രക്തദാന ക്യാമ്പിൽ പങ്കെടുത്തു. വേൾഡ് മലയാളി ഫെഡറേഷൻ ഗ്ലോബൽ മിഡിൽ ഈസ്റ്റ് നാഷണൽ ഭാരവാഹികൾ നേതൃത്വം നൽകിയ രക്തദാന ക്യാമ്പ് വളരെ വിജയകരമായി നടന്നതായും സംഘാടകർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഒമാൻ മനുഷ്യാവകാശ കമ്മീഷൻ 2023 ഇടപെട്ടത് 500-ൽ പരം കേസുകളിൽ. വിവിധ വിഭാഗങ്ങളുമായി സഹകരിച്ചും നിയമസഹായങ്ങൾ ലഭ്യമാക്കിയും പരാതിക്കാർക്ക് നടപടികൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകളുടെ വഴികൾ നിർദ്ദേശിച്ചും ഇടപെടൽ നടത്തിയതായി കമ്മീഷൻ അറിയിച്ചു. സാമ്പത്തിക, സിവിൽ, പൊളിറ്റിക്കൽ വിഷയങ്ങളിലെല്ലാമായി 523 പരാതികളാണ് ലഭിച്ചത്. ഇതിൽ 458 എണ്ണം മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു. രാജ്യത്തെ മനുഷ്യാവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി വിവിധ ഗവർണറേറ്റുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഫീൽഡ് സന്ദർശനങ്ങൾ നടത്തി. സെൻട്രൽ ജയിൽ, ഡിറ്റൻഷൻ സെന്റർ എന്നിവിടങ്ങളിലെത്തി ഇവിടെ കഴിയുന്നവരുടെ ക്ഷേമവിവരങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. ഒമാനിലെ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അന്താരാഷ്ട്ര സർക്കാർ ഇതര റിപ്പോർട്ടുകളും കമ്മീഷൻ നിരീക്ഷിക്കുന്നുണ്ട്. താപനില ഉയർന്നതോടെ കായിക മേഖലയ്ക്കും ക്ഷീണം. പ്രവാസി മലയാളികളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ക്രിക്കറ്റ്, ഫുട്ബോൾ ടൂർണമെന്റുകൾക്ക് ഇനി വിശ്രമകാലം. ഒറ്റപ്പെട്ട കളികളും ടർഫിലെ മത്സരങ്ങളും മറ്റും തുടരുമെങ്കിലും മേജർ ടൂർണമെന്റുകൾക്ക് ഇനി 3 മാസം വരെ കാത്തിരിക്കണം. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ നിരവധി ഫുട്ബോൾ, ക്രിക്കറ്റ് ടൂർണമെന്റുകളാണ് കഴിഞ്ഞ മാസങ്ങളിൽ രാജ്യത്ത് അരങ്ങേറിയത്. കഴിഞ്ഞ വർഷം ആഗസ്റ്റ് അവസാനം മുതൽ കഴിഞ്ഞ ആഴ്ചയിൽ വരെയായി 100-ൽ പരം ടൂർണമെന്റുകൾ നടന്നു കഴിഞ്ഞു. മസ്കത്ത്, സലാല, സുഹാർ, ബർക്ക, സൂർ, ഇബ്രി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം നിരവധി ടൂർണമെന്റുകളാണ് അരങ്ങേറിയത്. ഫുട്ബോൾ, ക്രിക്കറ്റ് ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുന്നതിലും കളിക്കുന്നതിലും മലയാളികൾ തന്നെയാണ് മുന്നിൽ. ഇവയ്ക്കെല്ലാം ഏകീകൃത രൂപവും സംഘടനകളും മലയാളികൾക്കിടയിലുണ്ട്. ഫുട്ബോൾ മത്സരങ്ങൾക്കായി നാട്ടിൽ നിന്ന് സന്ദർശക വിസയിൽ താരങ്ങളും ഇത്തവണ എത്തിയിരുന്നു. കേരള ടീം താരങ്ങൾ വരെ ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. ചൂതാട്ടം നടത്തിയ 25 പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. തെക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡ് ബർക്കയിൽ നടത്തിയ പരിശോധനയിലാണ് ചൂതാട്ടത്തിനിടെ അറസ്റ്റിലായതെന്ന് പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു. പ്രതികൾ ഏഷ്യൻ രാജ്യക്കാരാണ്. ഇവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്നും റോയൽ ഒമാൻ പോലീസ് സാമൂഹിക മാധ്യമങ്ങളിൽ അറിയിച്ചു. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ മുദൈബി വിലായത്തിൽ വീടിന് തീപിടിച്ചു. ഇന്നലെ ഉച്ചയോടെയായിരുന്നു തീപിടുത്തം. വീടിന്റെ ഉൾവശം പൂർണ്ണമായും കത്തിനശിച്ചു. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. സിവിൽ ഡിഫൻസ്, അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. മറ്റൊരു സംഭവത്തിൽ താമസ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 4 പേരെ സിവിൽ ഡിഫൻസ് രക്ഷപ്പെടുത്തിയിരുന്നു. മുകൾ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. ഇതിനിടെ മുദൈബി വിലായത്തിൽ ഓടിക്കൊണ്ടിരിക്കെ ട്രക്കിന് കഴിഞ്ഞ ദിവസം തീപിടിച്ചിരുന്നു. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം, അഗ്നിശമന സേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. ട്രക്കിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു. അന്തരീക്ഷ താപനില ഉയരുന്ന സാഹചര്യത്തിൽ വീടുകളിലും വാഹനങ്ങളിലും വാണിജ്യ സ്ഥാപനങ്ങളിലും തീപിടുത്തങ്ങൾ ഒഴിവാക്കുന്നതിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അനുശോചനം രേഖപ്പെടുത്തി. അനുശോചനം അറിയിച്ച് ഇറാൻ സുപ്രീം ലീഡർ അലി ഖംനയ്ക്ക് സുൽത്താൻ സന്ദേശം അയച്ചു. അസർബൈജാനിൽ നിന്ന് മടങ്ങി വരവെയാണ് ഇവർ സഞ്ചരിച്ച കോപ്റ്റർ അപകടത്തിൽപ്പെട്ടത്. ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാൻ, കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യ ഗവർണർ മാലിക് റഹ്മത്തി, കിഴക്കൻ അസർബൈജാനിലേക്കുള്ള ഇറാനിയൻ പരമോന്നത നേതാവിന്റെ പ്രതിനിധി ആയത്തുള്ള മുഹമ്മദ് അലി അലുഹാഷി അടക്കമുള്ളവരാണ് അപകടത്തിൽ കോപ്റ്ററിൽ ഉണ്ടായിരുന്നത്.
ഫിക്സഡ് ബ്രോഡ്ബാൻഡുകളുടെ സേവന ഗുണനിലവാരം ഉറപ്പുവരുത്താൻ പദ്ധതിയുമായി ടെലികമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി. ഡൗൺലോഡ്, അപ്ലോഡ് വേഗത, നെറ്റ്വർക്ക് പ്രതികരണ സമയം, നെറ്റ്വർക്കുകളുടെ തകരാറുകൾ പോലുള്ള നിരവധി പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഉപഭോക്താവിന് സാധിക്കുന്ന ഡിവൈസ് സൗജന്യമായി നൽകുന്ന രീതിയാണ് അധികൃതർ നടപ്പിലാക്കുന്നത്. ഇതുവഴി തങ്ങളുടെ ഫിക്സഡ് ബ്രോഡ്ബാൻഡുകളുടെ സേവന നിലവാരം മനസ്സിലാക്കാൻ സാധിക്കും. ട്രായുടെ വെബ്സൈറ്റ്, ഇമെയിൽ, കോൾ സെന്റർ, വാട്സപ്പ് എന്നിവയിലൂടെ ഉപഭോക്താക്കൾക്ക് ഈ ഉപകരണം ആവശ്യപ്പെടാനാകും. ഡിവൈസ് പൂർണ്ണമായും സൗജന്യമായാണ് ലഭിക്കുക. വ്യത്യസ്ത തരം ഇന്റർനെറ്റ് പാക്കേജുകൾ ഉപയോഗിക്കുന്നവർക്കും ഡിവൈസ് ഉപയോഗിച്ച് പരിശോധന നടത്താനാകും. ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമെന്നും ടെലികമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. വിമാനയാത്രാ ദുരിതത്തിൽപ്പെട്ട് ബുദ്ധിമുട്ടിലാകുന്ന പ്രവാസികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ആഴ്ചകൾക്ക് മുമ്പ് ജീവനക്കാർ നടത്തിയ മിന്നൽ പണിമുടക്കിൽ യാത്ര മുടങ്ങിപ്പോയ പലർക്കും നേരിടേണ്ടി വന്നത് തൊഴിൽ നഷ്ടമടക്കം നിരവധി പ്രയാസങ്ങളാണ്. തുടർന്ന് നടന്ന ചർച്ചയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും സർവീസ് സുഗമമായി പുനരാരംഭിക്കുമെന്ന് വിമാനക്കമ്പനി അറിയിക്കുകയും ചെയ്തുവെങ്കിലും അടുത്ത ദിവസങ്ങളിലും സമരസമാനമായ അവസ്ഥയാണ് തുടരുന്നത്. വിമാനം നിർത്തലാക്കുകയോ അനന്തമായ അനിശ്ചിതത്വം സൃഷ്ടിച്ചുകൊണ്ട് സമയം മാറ്റുകയോ ചെയ്യുന്നത് യാത്രക്കാരിൽ തീർക്കുന്ന പ്രയാസം ചില്ലറയല്ല. ഗൾഫിലെ സ്കൂൾ അവധി, നാട്ടിലെ സ്കൂൾ അവധിക്ക് ഒമാനിലേക്ക് വന്നവരുടെ ബലിപെരുന്നാൾ എന്നിങ്ങനെയുള്ള അവസരങ്ങളിൽ ഉയർന്ന ടിക്കറ്റ് നിരക്ക് നൽകി നാട്ടിലെത്തേണ്ടവരാണ് യാത്രാ ദുരിതം മൂലം കഷ്ടത അനുഭവിക്കുന്നത്. സാങ്കേതിക കാരണം പറഞ്ഞാണ് വിമാനക്കമ്പനി യാത്ര മുടക്കുന്നത്. യാത്ര നടത്തേണ്ടുന്ന സമയത്തിൻ്റെ 1-2 മണിക്കൂറിന് മുമ്പാണ് വിമാനം വൈകുമെന്ന് അറിയിപ്പ് ലഭിക്കുന്നത്. ഇതുകാരണം എയർപോർട്ടിലെത്തിയ ശേഷമാണ് പലരും വിവരമറിയുന്നത്. പുലർച്ചെ അയക്കുന്ന ഇമെയിലുകൾ ട്രാവൽ കമ്പനി ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് എടുത്ത യാത്രക്കാർക്ക് അതാത് സമയങ്ങളിൽ തന്നെ വിവരം കൈമാറാൻ സാധിക്കുന്നില്ല എന്ന് സഹമിലെ അസ്ഫർ അൽ സാദി ട്രാവൽ ജീവനക്കാരൻ സിയാദ് പറയുന്നു. രാജ്യത്തിൻ്റെ ഡിജിറ്റൽ പരിണാമത്തെ അടയാളപ്പെടുത്തലുകളുമായി കോമെക്സ് 2024 ടെക്നോളജി പ്രദർശനം വീണ്ടും എത്തുന്നു. ഈ മാസം 27 മുതൽ 30 വരെ ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ അരങ്ങേറുന്ന പ്രദർശനത്തിൽ ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള ടെക്നോളജി സ്ഥാപനങ്ങൾ പങ്കാളികളാകും. ആദ്യ ദിനം ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി 9 മണി വരെയും തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ രാത്രി 9 മണി വരെയുമാണ് പ്രദർശനം. രാജ്യത്തെ വിവിധ മന്ത്രാലയങ്ങളും ഏജൻസികളും സ്ഥാപനങ്ങളും വിദേശ കമ്പനികളും മറ്റും ഇത്തവണയും കോമെക്സിൽ സജീവമായി പങ്കെടുക്കും. ജനജീവിതം സുഗമമാക്കുന്ന നിരവധി സങ്കേതങ്ങൾ പരിചയപ്പെടുത്തുകയും ഓൺലൈൻ സേവനങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യും. സ്ഥാപനങ്ങളും സംരംഭങ്ങളും തമ്മിൽ വിവിധ കരാറുകളിൽ ഏർപ്പെടുന്നതിനും കോമെക്സ് വേദിയാകും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.